ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവള് വന്നിട്ടുണ്ട്. ഒരു പിടുത്തവും കൊടുക്കരുത്. നീ നന്നായിട്ട് അഭിനയിച്ചോളണം. ഇപ്പൊ മാത്രല്ല, അവൾ എപ്പോഴും എന്നെ വിശ്വസിച്ചിട്ടുണ്ട് മുത്തശ്ശി. പിന്നെന്താ? മോളെ, പ്രിയേ, പ്രിയേ, മോളെ പ്രിയേ, പ്രിയേ, വാതിൽ തുറക്ക്. മുത്തശ്ശി, നീ പോയിട്ട് വരാവേ. പ്രിയേ, ആ പാവയും കൂടെ എടുത്തോണ്ട് പോ. ചേച്ചി, ചേച്ചി വന്നോ? ചേച്ചി വന്നു, ചേച്ചി വന്നു. ചേച്ചി, എനിക്ക് വിശക്കുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കാം. കഴിക്കാം. അച്ഛാ, വാ വാ, കഴിക്കാം. വീഴല്ലേ, പതുക്കെ ഇരിക്ക്. അച്ഛനിരിക്കെ. ചേച്ചി എപ്പോഴും വരണം. എനിക്ക് എപ്പോഴും എനിക്ക് ഭക്ഷണം എടുത്തു തരണം. ചേച്ചിക്ക് എങ്ങനെയാ മോളെ എപ്പോഴും വരാൻ പറ്റുക? ഇനി അടുത്ത നേരം മുതൽ മോള് തനിയെ കഴിക്കണം, കേട്ടല്ലോ? ഞാൻ സമ്മതിക്കില്ല. ചേച്ചി വരാതെ ഞാൻ കഴിക്കില്ല. അങ്ങനെ പറയാതെ മോളെ. എനിക്ക് എപ്പോഴും ചേച്ചിയെ കാണണം. എനിക്ക് എപ്പോഴും ചേച്ചിയുടെ കൂടെ ഇരിക്കണം. എനിക്ക് എപ്പോഴും ചേച്ചി വാരി തന്നാ മതി. അങ്ങനെയാണെങ്കിലേ പ്രിയങ്ക രാധികയുടെ ഒപ്പം കണിമംഗലത്ത് പോയി നിൽക്കട്ടെ. അല്ല, പ്രശ്നത്തിനൊരു പരിഹാരം ആവുമല്ലോ. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കണ്ട. അതൊന്നും ശരിയാവില്ല. എന്താ ശരിയായാല്? ദിവസം 3 നേരം ഭക്ഷണം കഴിച്ചാ കുറച്ച് നാൾക്കുള്ളിൽ ചിലപ്പോ അവളുടെ അസുഖം മാറിക്കിട്ടും. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. അതിനിവിടെ ആർക്കും താല്പര്യം ഇല്ലല്ലോ. പ്രിയങ്ക മോളെ ഈ അവസ്ഥയിൽ കാണുന്നതല്ലേ എല്ലാവർക്കും താല്പര്യം. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ബഹളം വെക്കണ്ട. ഒരു കാരണവശാലും പ്രിയങ്കമ്മളെ രാധികയുടെ കൂടെ വിടുന്ന പ്രശ്നമില്ല. മോള് കൊടുക്ക്, വയറ് നിറയെ കഴിക്കട്ടെ പാവം.